നമസ്കാരം. ജെ ജെ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീരയ്ക്ക് രാത്രി എന്നും ഇഷ്ടമായിരുന്നു. നക്ഷത്രങ്ങൾ, നിശബ്ദത, ലോകത്തെ ഉറക്കുന്ന സൗമ്യമായ മൂളൽ, ഇതെല്ലാം അവൾക്ക് സമാധാനം നൽകി. എന്നാൽ ഈയിടെയായി എന്തോ മാറ്റം സംഭവിക്കുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. ഇപ്പോൾ അവളുടെ രാത്രി ശാന്തമല്ല, പകരം ഉറക്കമില്ലായ്മയുടെയും ഉത്കണ്ഠയുടെയും ഒരു ക്യാൻവാസായി മാറി. എത്ര തളർന്നാലും അവളുടെ മനസ്സ് പഴയ ഭയങ്ങളുടെയും പുതിയ ആശങ്കകളുടെയും ഒരു കേന്ദ്ര ബിന്ദുവായി മാറി. അത് അവളെ ഉറക്കമില്ലായ്മയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു. ഒരു രാത്രി മീര തന്റെ ജനാലക്കരികിലിരുന്ന് ആകാശത്തേക്ക് നോക്കി. ഒരിക്കൽ തനിക്ക് അവകാശമായിരുന്ന ഉറക്കത്തിനായി അവൾ കൊതിച്ചു. ശരീരം തളർന്നിരുന്നുവെങ്കിലും മനസ്സ് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോഴാണ് മീരയുടെ കണ്ണുകൾക്ക് താഴെയുള്ള ഇരുണ്ട വൃത്തങ്ങൾ ശ്രദ്ധിച്ച് അവളുടെ സുഹൃത്ത് ലൈല അടുത്തെത്തിയത്. "നിന്റെ ഉറക്കരീതി നഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലേ?" ലൈല അവളുടെ അരികിലിരുന്ന് മൃദുവായി പറഞ്ഞു. "എന്നാൽ നിനക്കത് തീർച്ചയായും തിരികെ ലഭിക്കും." "എങ്ങനെ?" "ഞാൻ എല്ലാ വിദ്യകളും പരീക്ഷിച്ചു." മീര നെടുവീർപ്പിട്ടു. "ഞാൻ ഒരു കാര്യം നിനക്ക് കാണിച്ചു തരാം." ലൈല ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു. "ഇത് NLPയിലെ സ്വിഷ് ടെക്നിക് എന്ന് വിളിക്കപ്പെടുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. ഇത് നിന്റെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമാണ്." മീര തന്റെ സുഹൃത്തിനെ കൗതുകത്തോടെ നോക്കി. "എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എനിക്കൊന്ന് ഉറങ്ങണം." ലൈല പുഞ്ചിരിച്ചു. "മീര, നിന്റെ കണ്ണുകളൊന്ന് അടയ്ക്കൂ. ഇപ്പോൾ നീ അസ്വസ്ഥയായിരിക്കുമ്പോൾ അതെങ്ങനെ അനുഭവപ്പെടുന്നെന്ന് നിന്റെ മനസ്സിൽ ഒരു ചിത്രം സങ്കല്പിക്കുക. ഉറങ്ങാൻ ശ്രമിച്ചിട്ടും സാധിക്കാത്ത നിമിഷം അത് സ്പഷ്ടമായി വിശദമായി തന്നെ ചിത്രീകരിക്കുക. അതായത് നിന്റെ മനസ്സിന്റെ റേസിംഗ് ചിന്തകൾ, അസ്വസ്ഥതകൾ. നിനക്കത് സാധിക്കുമോ?" മീരയുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. എങ്കിലും അവൾ താൻ ശ്രമിക്കാമെന്ന് ലൈലയ്ക്ക് വാക്കുകൊടുത്തു. അവളുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞപ്പോൾ അവൾ ആ ചിത്രം കണ്ടു. അവൾ തന്റെ കട്ടിലിൽ കിടക്കുന്നതിനെയും ഉറങ്ങാൻ കഴിയാത്ത തന്റെ അവസ്ഥയെയും അവൾ കണ്ടു. അവളുടെ മനസ്സ് ആശങ്കകളാൽ മൂടപ്പെട്ടു. അത് ഭാരമുള്ളതും അരാജകത്വവുമാണെന്ന് അവൾക്ക് തോന്നി. "കൊള്ളാം," ലൈല പറഞ്ഞു. "മീര, ഇപ്പോൾ ഈ ചിത്രമെടുത്ത് നിന്റെ മനസ്സിന്റെ ഒരു കോണിൽ വയ്ക്കുക. അതായത് ഒരു ചെറിയ ചിത്രം വളരെ ദൂരെ ഉള്ളതുപോലെ തോന്നുക. അതായത് അതൊരു ചെറിയ ദൂരെയുള്ള ചിത്രം പോലെ. ഇപ്പോൾ മറ്റൊരു രംഗം സങ്കല്പിക്കുക. നീ പൂർണ്ണമായും സമാധാനത്തോടെ കിടക്കയിൽ ഇരിക്കുന്നതായി ചിത്രീകരിക്കുക. ഒരു ചൂടുള്ള പുതപ്പ് പോലെ, ഉറക്കം നിന്നെ ചുറ്റിപ്പിടിക്കുന്നത് പോലെ നീ സൗമ്യമായി പുഞ്ചിരിക്കുന്നതായി സങ്കല്പിക്കുക. ഉറക്കത്തിന് കീഴടങ്ങുമ്പോൾ നിന്റെ ശരീരത്തിന്റെ ഭാരമില്ലായ്മ അനുഭവിക്കുക. നിന്റെ ശ്വസനം മന്ദഗതിയും ആഴമേറിയതും എന്നാൽ വളരെ ശാന്തവുമായിരിക്കണം. എല്ലാം നിശ്ചലമാണ്. മുകളിൽ രാത്രി, ആകാശത്തിലെ നക്ഷത്രങ്ങൾ മനോഹരങ്ങളും തിളങ്ങുന്നതുമാണ്." അത് ചിത്രീകരിക്കുമ്പോൾ മീരയുടെ മുഖം ശാന്തമായി. ശാന്തത, ഉറക്കത്തിന് കീഴടങ്ങുന്നതിന്റെ സൗന്ദര്യം, സ്വപ്നഭൂമിയിലേക്ക് സ്വസ്ഥമായി ഒഴുകിപ്പോകുന്നതായി അവൾ സങ്കല്പിക്കുമ്പോൾ തന്റെ നെഞ്ചിന്റെ ഭാരം അഴിഞ്ഞതായി അവൾക്ക് തോന്നി. ഇപ്പോൾ ലൈലയുടെ ശബ്ദം വളരെ ശാന്തമായിരുന്നു. "നിങ്ങൾ കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ ആ ചെറിയ അസ്വസ്ഥമായ ചിത്രം എടുത്ത് അത് തള്ളിക്കളയുന്നത് പോലെ വളരെ ചെറുതായി സങ്കല്പിക്കുക. അതേസമയം നിന്റെ മനസ്സ് പൂർണ്ണമായും നിറയുന്നത് വരെ ശാന്തമായ ചിത്രം വലുതായി തെളിച്ചമുള്ളതായി സങ്കല്പിക്കുക. അതിനെ ഊർജ്ജസ്വലമാക്കുക. നിറവും ഊഷ്മളതയും നിറഞ്ഞതാക്കുക." ലൈലയുടെ നിർദ്ദേശപ്രകാരം മീര പ്രവർത്തിച്ചു. അസ്വസ്ഥമായ ആ ചിത്രം ദൂരത്തേക്ക് അപ്രത്യക്ഷമായ ഒരു പുള്ളിക്കുത്തായി മാത്രം മാറി. അതിനിടയിൽ ശാന്തമായ ഉറക്കത്തിന്റെ ചിത്രം അവളുടെ ചിന്തകളെ ദഹിപ്പിക്കുന്നത് വികസിച്ചു. "കൊള്ളാം," ലൈല പറഞ്ഞു. "ഇപ്പോൾ രാത്രിയിൽ നിങ്ങൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങുമ്പോഴെല്ലാം നിനക്ക് ആഞ്ഞടിക്കാൻ കഴിയും. അതിനായി പഴയ ചിത്രം പുതിയതുപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുക. നീ ആഗ്രഹിക്കുന്ന വികാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക." നെഞ്ചിൽ ഒരു ലാഘവത്വം അനുഭവപ്പെട്ട് മീര കണ്ണുകൾ തുറന്നു. ആ രാത്രി അവൾ കട്ടിലിൽ കിടക്കുമ്പോൾ പരിചിതമായ ഉത്കണ്ഠ കടന്നു വരാൻ തുടങ്ങി. പക്ഷേ അവൾ അതിന് വഴങ്ങാതെ കണ്ണുകൾ അടച്ച് ശാന്തമായ ചിത്രം ഓർത്തു. അവൾ തന്റെ ഉത്കണ്ഠ അകറ്റി. ശാന്തവും ഉറങ്ങാൻ തയ്യാറായതുമായ അവളുടെ ശാന്തമായ പതിപ്പ് പകരം വെച്ചു. സാവധാനം എല്ലാ രാത്രികളിലും മീര ഇത് പരീക്ഷിച്ചപ്പോൾ അവൾ അവളുടെ ഉറക്ക രീതി തന്നെ വീണ്ടെടുത്തു. ഇപ്പോഴവൾക്ക് രാത്രികൾ യുദ്ധക്കളമല്ല, വിശ്രമത്തിന്റെ സങ്കേതമായി മാറി. അവളുടെ ഉറക്കമില്ലാത്ത മൂടൽമഞ്ഞിൽ നിന്ന് ഒരിക്കൽ മങ്ങിയ നക്ഷത്രങ്ങൾ ഇപ്പോഴവളുടെ ശാന്തതയെ പ്രതിഫലിപ്പിക്കുന്ന ആകാശത്ത് മെല്ലെ മിന്നി. അങ്ങനെ മീര അവളുടെ രാത്രികൾ വീണ്ടെടുത്തു. ഒരു സമയം ശാന്തവും മനോഹരവുമായ നിമിഷങ്ങൾ. ഈ സ്റ്റോറിയിൽ
NLPയിലെ സ്വിഷ് ടെക്നിക് മീരയെ ഉത്കണ്ഠയിൽ നിന്ന് സമാധാനത്തിലേക്ക് എങ്ങനെ നയിച്ചു എന്ന് വ്യക്തമാക്കുന്നു. അനാവശ്യമായ ചിന്തകളോ വികാരങ്ങളോ എങ്ങനെ മാറ്റിസ്ഥാപിക്കാം എന്നതുപോലെ പ്രത്യേകിച്ച് ആരോഗ്യകരമായ ഉറക്കരീതി പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രധാന കാര്യം സ്ഥിരതയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വ്യക്തമായി സങ്കല്പിക്കുക. ഉറക്കമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഈ ഭൂമിയിലുണ്ട്. അവർക്കായി ഈ കഥ ഞാൻ സമർപ്പിക്കുന്നു. നന്ദി. വീണ്ടും കാണാം.